ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹാകാലം ഇന്ന് തിരുസഭമാതാവ് വിശുദ്ധ അത്തനേഷ്യസിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് സുവിശേഷത്തിൽ ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുകയാണ്, നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകും എൻ്റെ നാമങ്ങളെ പ്രതി. നിങ്ങൾ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് ഓടിപ്പോകണം. ഈ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് അവസാനം വരെയും തുടർന്നുകൊണ്ടേയിരിക്കും എന്നൊരു സൂചന നൽകുകയാണ്. അപ്പോൾ ഇത് വെറും ഒരു സൂചന മാത്രമായിരുന്നില്ല. മത്തായി സുവിശേഷകൻ സുവിശേഷം എഴുതുമ്പോൾ ഇദ്ദേഹം പ്രത്യേകിച്ച് എഴുതിയത് യഹൂദരായ ക്രൈസ്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ യഹൂദരായ ക്രൈസ്തവർ അവർ ക്രൈസ്തവരായതുകൊണ്ട് തന്നെ യഹൂദരാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവരവിടെ ഉണ്ടായിരുന്ന ചില ഇടങ്ങളിൽ ഒത്തിരിയധികം പീഡനങ്ങൾ ഏറ്റിരുന്നു. അപ്പോൾ അങ്ങനെ പീഡനങ്ങൾ വരുമ്പോൾ ഇവരിങ്ങനെ മറ്റു സ്ഥലത്തിൽ നിന്ന് പലായനം ചെയ്യുന്നത് ഈ സുവിശേഷം കാണുന്നുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ട് എഴുതിയ ഒരു കാര്യം കൂടിയാണിത്. അദ്ദേഹം ജീവിതത്തിൽ അറിഞ്ഞൊരു കാര്യം കൂടിയാണ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരെ കുറിച്ച്. ഇവരെന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ യേശുനാഥനെ പരസ്യമായി വണങ്ങുന്നത് കൊണ്ടോ ആരാധിക്കുന്നത് കൊണ്ടോ ദൈവമായി സ്വീകരിച്ചത് കൊണ്ടോ മാത്രമല്ല, അവർ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ചില നന്മകളുണ്ട്. ക്രൈസ്തവരായിരുന്നത് കൊണ്ട് അവർ ജീവിതത്തിൽ പാലിച്ചിരുന്ന ചില പുണ്യങ്ങൾ, ഇതൊക്കെ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിത രീതിക്ക് നേരെ എതിരായിരുന്നു. അപ്പോൾ അതുപോലുള്ള ജീവിത രീതി കണ്ടിട്ടാണ് ഇവർ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മളിന്ന് തിരുനാൾ ആഘോഷിക്കുന്ന അത്തനേഷ്യസിൻ്റെ ജീവിതത്തിലും നമ്മൾ ഇതേ കാര്യം കാണുന്നുണ്ട്. അദ്ദേഹം അലക്സാൻഡ്രിയയിലെ ഒരു മെത്രാനായിരുന്നു. അന്ന് അവിടെ നിലനിന്നിരുന്ന ആര്യനിസം എന്ന് പറയുന്ന പാഷണ്ഡതയ്ക്കെതിരെ ശക്തിയുക്തം പ്രതിരോധം ഏർപ്പെടുത്തിയ ഒരു മെത്രാനാണ്. ഇദ്ദേഹം ഈ ആര്യനിസം പഠിപ്പിച്ചിരുന്നത് യേശുനാഥൻ ദൈവപുത്രനാണെങ്കിലും അവിടുന്ന് പിതാവിനോട് സമനല്ലെന്നും അവിടുന്ന് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും ഒരു സൃഷ്ടി മാത്രമാണെന്നുമാണ്. മാത്രമല്ല, അവർ ഈ സൃഷ്ടികളെ മുഴുവനും ഒരു തിന്മ നിറഞ്ഞ സൃഷ്ടിയായിട്ടാണ് കണ്ടിരുന്നത്. അതായത് തിന്മ നിറഞ്ഞത് ദൈവം മാത്രം നന്മയും ഈ സൃഷ്ടികൾ മുഴുവനും തിന്മ നിറഞ്ഞതായതുകൊണ്ട് നശിപ്പിക്കപ്പെടണം എന്നൊരു ചിന്തയുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ പ്രകൃതിയോടും മനുഷ്യരോടും ഒക്കെ വളരെയധികം തിന്മ നിറഞ്ഞൊരു സമീപനമാണ്. ഇതാകട്ടെ നേരെ വിപരീതമാണ് ക്രൈസ്തവ ചിന്തയ്ക്ക്. കാരണം ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സൃഷ്ടികളെല്ലാം പിതാവിനോട് ക്രിസ്തുവിനാൽ രമ്യതപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരിലൊരു നന്മയുണ്ട്. അപ്പോൾ ഈ നന്മ കാണാതെ തിന്മ നിറഞ്ഞ ജീവിതത്തെ പ്രാധാന്യം നൽകിയിരുന്നവരായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായി പോരാടിയത് കൊണ്ട് ജീവിതത്തിൻ്റെ നീണ്ട 17 വർഷങ്ങൾ ഇദ്ദേഹത്തിന് മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇദ്ദേഹം പലായനം ചെയ്യപ്പെടുകയും തടവിലാക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ജീവിതത്തിൽ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി പോരാടി. കാരണം ക്രിസ്തു ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ജീവിതം സ്വീകരിക്കുന്ന മനുഷ്യർക്ക് പീഡനങ്ങളുണ്ടാകും. അപ്പോൾ അദ്ദേഹം അങ്ങനെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പീഡനങ്ങളെ നേരിട്ട വ്യക്തിയാണ്. ഇത് നമ്മളോട് പറയുന്നതും ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും യേശുനാഥനെ തള്ളി പറയുന്ന ചില മനുഷ്യരായി മാറാറുണ്ട് നമ്മൾ. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ ഈ ഒരു വചനം നമ്മെ ശക്തിപ്പെടുത്തണം. അവിടുന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന മനുഷ്യരെ പറയണം. അത്തനേഷ്യസിന് വേണമെങ്കിൽ ആ മെത്രാൻ പദവി സുഖമായി ജീവിക്കാമായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് സമരസപ്പെട്ട് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വളരെ നല്ലൊരു ജീവിതം അവിടെ നയിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് ക്രിസ്തുവിൻ്റെ നന്മയാണ്, ക്രിസ്തുവിൻ്റെ ബോധ്യങ്ങളും മൂല്യങ്ങളുമാണ്. അപ്പോൾ അതുപോലെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് പീഡനങ്ങളുടെ സമയത്തും അവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ഈ ചുറ്റുമുള്ള മനുഷ്യരിലെ നന്മകൾ കണ്ട് അത് പരിപോഷിപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.